ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ പഞ്ചാബിലെത്തിയിട്ട് നമ്മൾ താമസിച്ചുകൊണ്ടിരുന്ന ക്വാർട്ടർ ഷിഫ്റ്റ് ചെയ്യാണ് കേട്ടോ. അത് 3rd ഫ്ലോറിലായിരുന്നു. അപ്പോൾ എനിക്ക് അത്രയും സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ മിഡിൽ ഫ്ലോറിലോട്ട് മാറി കേട്ടോ. അപ്പോൾ ആ ക്വാർട്ടർ ഒന്ന് പെയിൻ്റൊക്കെ അടിച്ചെടുത്തു. എന്നിട്ട് സാധനങ്ങളെല്ലാം വാരി ഇവിടെ കൊണ്ടുവന്ന് ഇട്ടേക്കാണ്. ഇനി ഇത് മൊത്തം സെറ്റാക്കി എടുക്കണം. അതൊരു വലിയ പണിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പുതിയ വാഷിംഗ് മെഷീൻ വാങ്ങി ബോഷിൻ്റെ. അതൊക്കെ സെറ്റ് ചെയ്യണം. ഇതാണ് നമ്മൾ കിടക്കാൻ പോകുന്ന ബെഡ്റൂം കേട്ടോ. അപ്പോൾ ബെഡ്റൂം എല്ലാം സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് വെച്ചേക്കുന്നേ ഉള്ളൂ. നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതും എല്ലാം. ഇനി ഇത് മറ്റേ ബെഡ്റൂം, 2 ബെഡ്റൂമാണുള്ളത്. രണ്ടാമത്തെ ബെഡ്റൂമാണ്. എല്ലാ സാധനങ്ങളും വാരി വലിച്ച് നിരത്തി ഇട്ടേക്കാണ് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ കിച്ചൺ കാണാം. ഇതാണ് ഇവിടുത്തെ കിച്ചൺ കേട്ടോ. അപ്പോൾ ഈ കിച്ചണിനെ നമുക്കൊന്ന് മേക്ക് ഓവർ ചെയ്തെടുക്കണം. അതിൻ്റെ കുറച്ച് പണിയൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ സ്ലാബൊക്കെ കുറച്ച് പണിയുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് റെഡിയാക്കി എടുത്താലോ. ഇതുപോലത്തെ കിച്ചൺ ആയിരുന്നു നമുക്ക് അപ്പുറത്ത് കേട്ടോ. ഇത് നല്ല നീറ്റുള്ള കിച്ചൺ തന്നെയാണ്. നമുക്ക് മാറ്റിയാലോ. ഇതാ കണ്ടില്ലേ, ഇപ്പോൾ നമ്മുടെ കിച്ചൺ ഇതുപോലെയാണ് ഉള്ളത്. ഞാൻ ആദ്യം ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് മാറിയതൊന്നുമല്ല കേട്ടോ. നല്ല പണിയെടുത്തിട്ട് എങ്ങനെയാക്കി എടുത്തത്. ആദ്യം ഞാൻ അതിൻ്റെ പുറത്ത് ഷീറ്റൊക്കെ വിരിച്ചു. എൻ്റെ സ്ലാബ് കുറച്ച് കംപ്ലൈൻ്റ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതുപോലെ നമ്മുടെ ഷീറ്റില്ലേ തറയിലൊക്കെ ഇടുന്ന ആ ഷീറ്റ് വാങ്ങിച്ച് ഫുള്ളിട്ടു. ഇനി അടുത്തതായിട്ട് നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളും ഇവിടുത്തെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യണം. അപ്പോൾ ഇനി നമുക്ക് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പെട്ടി പൊട്ടിച്ചാലോ. സാമ്പാർ പൊടി, ഒരു പൊടി, ഒരു മുളക് പൊടി, ഒരു മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടി. ഇത് ഈസ്റ്റേണിൻ്റെ മീറ്റ് മസാല, രസം പൗഡർ, മട്ടൺ മസാല. ഇതെല്ലാം ഞാൻ ഫസ്റ്റ് ടൈം വാങ്ങിയതാണ് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട്. മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇതിനകത്തായിട്ടുണ്ട്. ഇത് നമ്മുടെ ഉണക്കമുന്തിരി, നമ്മുടെ കാഷ്നട്ട്, ഇത് എന്നിട്ട് ചീനിമാവാണ് കേട്ടോ. അവലൂസ് പൊടി എന്ന് പറയും. ഇത് നിസാമ എനിക്ക് ഉണ്ടാക്കി തന്നതാണ്. അനസ് ദുബായി പോയപ്പോൾ അവനും ഉണ്ടാക്കി, എനിക്കും ഉണ്ടാക്കി. ഇത് മൈദ കേട്ടോ. മൈദയും നാട്ടിൽ ചെറുന്ന് കൊണ്ട് വന്നാന്ന് ചോദിച്ചാൽ, നാട്ടിൽ പഴംപൊരി ഉണ്ടാക്കാനായിട്ട് മൈദ വാങ്ങി. അപ്പോൾ ഇത്ര ബാലൻസ് ആയി. അപ്പോൾ ഞാൻ എടുത്ത് ഇതിനകത്തിട്ടുകൊണ്ട് വന്നു. കാരണം വീട് നോക്കിയിട്ടാണല്ലോ വന്നത്. അവിടെ അപ്പുറത്തെ മാവിന്ന് മൈദ യൂസ് ചെയ്യാറില്ല. ഇത് പിന്നെ വൻപയർ. ഇത് ഇവിടെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. ഇത് നമ്മുടെ സദ്യയൊക്കെ ഉണ്ടാക്കുമ്പോൾ കോലനൊക്കെ ഉണ്ടാക്കാൻ ആവശ്യമാണ്. ഇത് വന്നിട്ട് പൊടിയരി, ഇഷിക്കൊടുത്തിട്ട് കഞ്ഞി ഇട്ട് കൊടുക്കുക. ഒരു പാക്കറ്റ് ഞാൻ ഓൾറെഡി പൊട്ടിച്ചു. ഇത് വന്നിട്ട് നമ്മുടെ പാലടപ്പായിട്ട്. ഇത് വന്നിട്ട് പതിമുഖം അത് തിളപ്പിക്കും. അത് ഞാൻ ഏകദേശം 10 പാക്കറ്റോളം എടുത്തിട്ടുണ്ട്. ഇത് പെരുംജീരകല്ലേ, നമുക്ക് മസാലയൊക്കെ ഉണ്ടാക്കാനുള്ള പെരുംജീരകം, കുരുമുളക്. ഇതിനകത്ത് നമുക്ക് ഇത് വയ്ക്കാം, സ്പൈസസ് വയ്ക്കാം. ഇത് നമ്മുടെ ചുരുൾപ്പട്ടയാണ് കേട്ടോ. ഞാൻ കറി മസാല ഉണ്ടാക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് വേണ്ടിയിട്ടുള്ള ചുരുൾപ്പട്ട. ഇതെല്ലാം 1 വർഷത്തേക്കാണ് കേട്ടോ. നിങ്ങൾ വിചാരിക്കും ഞാനെന്താണ് കച്ചവടം ചെയ്യാൻ പോവാന്ന്. അല്ല ഗൈസ്, ഇത് 1 വർഷത്തേക്കാണ്. 1 വർഷത്തേക്ക് എനിക്ക് ഇത്രയും വേണം. ഇത് ഏലക്ക, വെരി എക്സ്പെൻസീവ് ഗൈസ്, വെരി എക്സ്പെൻസീവ്. ഇത് നമ്മുടെ എന്താ സ്റ്റാർനൈസ്, തക്കോലം. ഇത് നമ്മുടെ ഗ്രാമ്പു. ഇത് നമ്മുടെ വേനീസ്, എന്താ ഗ്രാമ്പു കുറച്ച് കൂടിയുണ്ട്. അത് എനിക്ക് ആദ്യം വാങ്ങിച്ചപ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ വന്നില്ല, തികഞ്ഞില്ലെങ്കിലോ എന്ന് തോന്നി. അങ്ങനെ വലിയ മൈദ. ഇത് നമ്മുടെ പതിമുഖം. പിന്നെ കുറേ അടുക്കളകളുണ്ട്. അതായത് ഈസ്റ്റ്, ഷാജീരകം, കസ്കസ്. ഇതൊക്കെ എനിക്ക് എന്തെങ്കിലുമൊക്കെ തോന്നിയാൽ എന്ന് ആലോചിച്ച് വാങ്ങണം.
ഇത് നമ്മുടെ കായ. എനിക്ക് നാട്ടിലെ എൽജി കായ ഇഷ്ടമാവുന്നുള്ളൂ, ഇവിടുത്തെ എനിക്ക് സെറ്റ് ആവുന്നില്ല. ഇത് കുടംപുളിയാണ്. ഇത് ഒരു കഥയുള്ള കുടംപുളിയാണ്. അതായത് ഈ കുടംപുളി വയനാട്ടിൽ നിന്നില്ല, ഇടുക്കിയിൽ നിന്ന് സഞ്ചരിച്ച് എൻ്റെ അടുത്ത് എത്തി. എന്നിട്ടിത് വീണ്ടും സഞ്ചരിച്ച് പഞ്ചാബിലെത്തി. എന്നിട്ടിത് പഞ്ചാബിൽ നിന്ന് വീണ്ടും സഞ്ചരിച്ച് കേരളത്തിലെത്തി. എന്നിട്ട് വീണ്ടും കേരളത്തിൽ സഞ്ചരിച്ച് പഞ്ചാബിലെത്തി. എന്നിട്ട് വീണ്ടും പഞ്ചാബിൽ നിന്ന് സഞ്ചരിച്ച് കേരളത്തിലെത്തി. വീണ്ടും കേരളത്തിൽ സഞ്ചരിച്ച് പഞ്ചാബിലെത്തി. ഇതങ്ങനെ 2 ട്രിപ്പ് പഞ്ചാബ് ട്രിപ്പ് അടിച്ച എന്താ കുടംപുളിയാണ്. ഇത് ഡ്രൈ ലെമൺ. ഓൾറെഡി കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്ന കുറച്ച് ബാലൻസ് ഉണ്ട്, എന്നാലും എൻ്റെ സമാധാനത്തിന് കുറച്ചുകൂടി കാണും. ഇത് കുപ്പി കഴുകാനുള്ള ബ്രഷ്. ഇത് പിന്നെ എൻ്റെ ഇക്കാൻ്റെ പല്ല് തേക്കുന്ന ബ്രഷാണ്. അതായത് ഇക്ക ഈ ഹാർഡ് ബ്രഷും ഞാൻ അൾട്രാ സോഫ്റ്റ് ബ്രഷാണ് ഉപയോഗിക്കുന്നത്. പിന്നെ തള. ഇതെന്തിനാണെന്ന് എല്ലാവർക്കും അറിയാം. വീണ്ടും കായ. ഓൾറെഡി ഇതിൻ്റെ കായ ഞാൻ 2-3 നാട്ടിലെടുത്തു, ഇതിൻ്റെ ബാക്കിയാണ്. ഇത് വന്നിട്ട് വാനില എസൻസ്, ബിരിയാണി എസൻസ്. അങ്ങനെ നമ്മുടെ കേരള പെട്ടി പൊട്ടിച്ചിരിക്കുന്നു. ഇത് വന്നിട്ട് എനിക്ക് നിത്യോപയോഗ സാധനങ്ങൾ മാത്രം വാങ്ങിച്ചതാണ്. ഇതുപോലെ സ്നാക്സിനായിട്ട് വേറുണ്ട് കേട്ടോ. വീണ്ടും എന്താ ഒരു മല സാധനമൊന്നും വിചാരിക്കേണ്ട. ഇത് നമ്മൾ ഇവിടെ വന്നതിന് ശേഷം പർച്ചേസ് ചെയ്ത സാധനവും പിന്നെ ഞങ്ങൾക്ക് റേഷൻ കിട്ടിയ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാമാണ് കണ്ടെയ്നറിനകത്ത് നിറയ്ക്കാനുള്ളത്. അപ്പോൾ ഞാനതെല്ലാം ഇങ്ങനെ കൂട്ടിയിട്ടേക്കുന്നതേ ഉള്ളൂ. നമുക്ക് ഓരോന്നായിട്ട് ഇത് നിറച്ചു തുടങ്ങാം. ഇത് നമുക്ക് റേഷൻ കിട്ടിയ ഉഴുന്നാണ് കേട്ടോ. ഇതെന്താന്ന് വെച്ചാൽ നമ്മുടെ ജീരകശാല അരിയാണ്. നമ്മൾ നാട്ടിലെ പെരുന്നാളിനൊക്കെ ബിരിയാണി വെച്ചില്ലേ, ആ അരിയാണ്. നമ്മൾ 1 ചാക്ക് അരി എടുത്തത്. അതിൽ നിന്ന് ഞാൻ എനിക്ക് വേണ്ടിയിട്ടുള്ളത് കൊണ്ടുവന്നു കേട്ടോ. ഈ പെട്ടി കണ്ടപ്പോഴാണ് ഓർമ്മിച്ചത്. ഗരം മസാല നേരത്തെ ഈ ഒരു കണ്ടെയ്നറിനകത്തല്ലേ നിറച്ചത്, അത് ഞാൻ മാറ്റി കേട്ടോ. പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി. കുരുമുളകില്ലേ, കുരുമുളക് അതെനിക്ക് മറ്റേമ്മ തന്നതാണ് കേട്ടോ. അവരെ വീട്ടിൽ കൃഷിയുണ്ട്, അപ്പൊ അങ്ങനെ മറ്റേമ്മ തന്നതാണ് കുരുമുളക്. ഇനി ഞാൻ കുറച്ച് ഫാസ്റ്റ് ഫോർവേഡ് ആയിട്ട് കാണിക്കുകയാണ് കേട്ടോ. കാരണം ഇതൊരു 1.5 മണിക്കൂറത്തെ എൻ്റെ പണിയായിരുന്നു. അപ്പോൾ എല്ലാ ഡബ്ബയിലും ഞാൻ പരിപ്പ് പിന്നെ അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഇട്ട് വയ്ക്കുകയാണ്. മൈദ, കടലപ്പൊടി, പഞ്ചസാര, അവില്, പരിപ്പ് ഐറ്റംസ്, പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ആയിട്ടുള്ള കാഷ്നട്ട്, മുന്തിരി, പിന്നെന്താ ബദാം, പോപ്കോൺ, മക്കാന, അങ്ങനെ എല്ലാ സംഭവങ്ങളും ഇതുപോലെ ഡബ്ബയിലോട്ട് മാറ്റാണ്. ഇതൊരു വലിയ പണിയാണ് കേട്ടോ. കാരണം ഞാൻ ഇവിടെ നിന്ന് ഇതെല്ലാം ഓർഗനൈസ് ചെയ്ത് എല്ലാ ഡബ്ബയ്ക്കകത്ത് നിറച്ചിട്ട് ഇത് കുറേശ്ശെ പുതിയ വീട്ടിലോട്ട് മാറ്റുകയാണ് ചെയ്യുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഇത് ഇവിടെ വന്നിട്ട് മാറ്റാൻ നിന്നാൽ പിന്നെ ഇരട്ടി പണിയാവും. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇവിടെ കഴുകി ഇറക്കണം. അതിനു മുമ്പ് ഇവിടെ നിന്ന് എല്ലാം കുപ്പിയിൽ നിറച്ച് കുറേശ്ശെ എടുത്ത് ഷിഫ്റ്റ് ചെയ്യാമെന്ന്. ഞാനൊരു 2 ദിവസം കൊണ്ടാണ് ഈ സാധനങ്ങളെല്ലാം പുതിയ ക്വാർട്ടറിലോട്ട് മാറ്റിയിട്ടോ. അടുത്ത് തന്നെയാണ് ക്വാർട്ടർ, ജസ്റ്റ് ഓപ്പോസിറ്റാണ്. അപ്പോൾ ഇക്ക ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് ഞാനിതെല്ലാം റെഡിയാക്കി വെച്ചിട്ട് സാധനങ്ങൾ ഒരു 5 ഡബ്ബ 10 ഡബ്ബ അങ്ങനെ എടുത്ത് ഇപ്പുറത്ത് കൊണ്ടുവന്ന് ആക്കുകയാണ് ചെയ്തത് കേട്ടോ. അതുകൊണ്ട് കിച്ചൺ സെറ്റാക്കാനായിട്ട് പെട്ടെന്ന് കഴിഞ്ഞു. ഈ സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് ലെവൽ ചെയ്തു, ഷീറ്റൊക്കെ വിരിച്ച് ഈ സാധനങ്ങളും കൂടെ കൊണ്ടുവന്ന് അടുക്കി പറക്കി വെച്ച് പാത്രങ്ങളും എല്ലാം ഞാൻ കഴുകി ഉണക്കി വെച്ചിട്ടല്ല ലീവ് പോയത്. അപ്പോൾ അതെല്ലാം എടുത്തുകൊണ്ട് വന്ന് സെറ്റ് ചെയ്തപ്പോൾ കിച്ചൺ പെട്ടെന്ന് സെറ്റാക്കാൻ പറ്റി. മെയിൻ ഈ ഡബ്ബകളിൽ ഈ സാധനം നിറയ്ക്കുന്നതൊരു വലിയ പണിയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് നിത്യോപയോഗ സാധനങ്ങളായ തേയില, ഉപ്പ്, പഞ്ചസാര, പിന്നെന്താ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, സാമ്പാർ പൊടി, മല്ലിപ്പൊടി, കായപ്പൊടി, അങ്ങനെ എല്ലാ മസാലകളും വെച്ചു. അടുത്തതായിട്ട് നമ്മുടെ ബോഷിൻ്റെ ഇൻസ്റ്റാളേഷൻ ആൾ വന്നു കേട്ടോ. നമ്മൾ ഇപ്പോഴത്തെ പുതിയ ക്വാർട്ടറിലോട്ട് താമസം മാറി. ഇക്ക എന്നിട്ട് ഡ്യൂട്ടി സംബന്ധമായിട്ട് ഒരാഴ്ചത്തേക്ക് പുറത്ത് പോയി കേട്ടോ. അപ്പോൾ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇഷിക്കുട്ടി പുതിയ വാഷിംഗ് മെഷീൻ സന്തോഷത്തിലാണ് കേട്ടോ. വാഷിംഗ് മെഷീൻ ഈ ഒരു ഭാഗത്തായിട്ട് സെറ്റിലാക്കി. അങ്ങനെ നമ്മുടെ കിച്ചൺ ഈ ഒരു പരുവത്തിലാണ് ആദ്യം ഉണ്ടായിരുന്നത് കേട്ടോ.
എന്താ കുറച്ച് പാത്രങ്ങൾ, കുറച്ച് ഡബ്ബകൾ എല്ലാം കൊണ്ടുവന്ന് വെച്ചു. അത് കഴിഞ്ഞിട്ട് ഇവിടെ കുറച്ച് ഇലക്ട്രീഷ്യൻ്റെ വർക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ സ്വിച്ച് ബോർഡൊക്കെ ഇളകിയാണ് കിടന്നത്. അപ്പോൾ അതെല്ലാം ഒന്ന് റെഡിയാക്കണമായിരുന്നു. അങ്ങനെയുള്ള കുറച്ച് പണികളൊക്കെ ചെയ്ത് നമ്മുടെ കിച്ചൺ ഇതുപോലെ ആക്കി എടുത്തു. ഇപ്പോൾ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ കിച്ചണായിട്ട് നിങ്ങൾക്ക് തോന്നില്ലേ? കുറച്ച് കഷ്ടപ്പെട്ടാലും കിച്ചൺ ഇങ്ങനെ നീറ്റായിട്ട് അറേഞ്ച് ചെയ്ത് ഓർഗനൈസ് ചെയ്തിരിക്കുമ്പോൾ എനിക്കൊരു പ്രത്യേക സന്തോഷമാണ് കേട്ടോ. നിങ്ങൾക്കും ഇങ്ങനെയല്ലേ? എന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കണം കേട്ടോ. ഇപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങളുടെ ഹാളുള്ളത്. ഞങ്ങൾ ഹാളിൽ വന്നിട്ട് ഇതുപോലുള്ള കുറച്ച് ഇൻറ്റീരിയർ ഡിസൈൻസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൊണ്ടുവന്ന് ഇതുപോലെ അറേഞ്ച് ചെയ്തു. അതിൻ്റെ റിംഗ് ലൈറ്റാണ് കേട്ടോ. പിന്നെ എല്ലാ വാളിലും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഹാങ് ചെയ്ത്, അത് കഴിഞ്ഞിട്ട് അപ്പുറത്തെ ബെഡ്റൂം വന്നിട്ട് ഇതുപോലെയാണ് ഉള്ളത് കേട്ടോ. അതാ കണ്ടില്ലേ, എല്ലാം അറേഞ്ച് ചെയ്തു. പിന്നെ ഇഷുക്കുട്ടി സ്റ്റഡി ടേബിളും അയൺ ടേബിളും ഇത് തൽക്കാലം നമസ്കരിക്കാനുള്ള സംഭവങ്ങളും എല്ലാം ഈ ഒരു റൂമിലാണ് സെറ്റപ്പ് ചെയ്തേക്കുന്നത്. പിന്നെ ഞങ്ങൾ കിടക്കുന്ന മാസ്റ്റർ ബെഡ്റൂമുണ്ട്, അതും സിമ്പിളായിട്ടൊന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇഷുക്കുട്ടി പുതിയ വീട്ടിൽ വന്നതിൻ്റെ സന്തോഷത്തിലാണ് കേട്ടോ. അങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ പുതിയ ക്വാർട്ടേഴ്സും അവിടുത്തെ സെറ്റിങ്സും ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ.